പറഞ്ഞേക്കുന്നത് സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫങ്ഷൻസ് വിത്ത് ഡൊമെയിൻ ആർ അണ്ടർ ഫംഗ്ഷൻ അഡീഷൻ ഈസ് ആൻ അബിലിയൻ ഗ്രൂപ്പ്. അപ്പം ഡൊമെയിൻ ആർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്തെ ഫംഗ്ഷൻ നമ്മൾ ജനറലി ഒരു ഫംഗ്ഷൻ അതിന്റെ അകത്ത് ഒരു ഫംഗ്ഷൻ നമ്മൾ എഫ് എന്ന് വിളിക്കുവാണെങ്കിൽ എഫ് ഫ്രം ഡൊമെയിൻ ആർ ആയതുകൊണ്ട് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ആറിലാണ്. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അതിന്റെ ഡൊമെയിനും റേഞ്ചും ആറ്. അപ്പൊ ആക്ച്വലി എന്താ നമ്മൾ ഇവിടെ എടുത്തേക്കുന്നത്, ഒരു ഇവിടുത്തെ നമ്പർ നമ്മൾ നേരത്തെ എക്സാമ്പിൾസ് പറഞ്ഞപ്പോ അതിന്റെ ആ സെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്പറുകളുടെ സെറ്റ് ആയിരുന്നു. ഇവിടെ എന്താ, ഇവിടുത്തെ എലമെന്റ് എന്ന് പറയുന്ന ഈ നമ്മളിപ്പം ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഈ സെറ്റിലെ എലമെന്റുകൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആയിട്ടാണ് നമ്മൾ സെറ്റിനെ ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഫങ്ഷൻസ് എഫ് ഫ്രം ആർ ടു ആർ. അപ്പൊ നമ്മളിവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റ് ക്യാപിറ്റൽ എഫ് എന്ന് ഞാൻ ചുമ്മാ പേര് വിളിച്ചെന്നുള്ളതേ ഉള്ളൂ. ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്ന സെറ്റിനെ നമ്മൾ ക്യാപിറ്റൽ എഫ് എന്ന് വിളിക്കുവാണെങ്കിൽ ഇതിന്റെ അകത്തെ എലമെന്റുകൾ നമ്പറുകളല്ല, പക്ഷെ ഫംഗ്ഷനുകളാണ്. അപ്പൊ F1 F2 F3 എന്നൊക്കെ പറഞ്ഞ് കുറെ ഈ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും ഡൊമെയിൻ ആറ് വരുന്ന എല്ലാ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസും ഈ സെറ്റിൽ വരും. അതാണ് നമ്മുടെ സെറ്റ് എഫ് എന്ന് പറയുന്നത്. നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ദ സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് വിത്ത് ഡൊമെയിൻ ആർ. ഡൊമെയിൻ ആർ എന്ന് പറഞ്ഞാൽ ഇവിടെ ആറ് വരും, റിയൽ വാല്യൂഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ആറ് വരും. അപ്പം സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷൻസ് ഫ്രം ആർ ടു ആറിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എഫ് ആയിട്ട് എടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്ന സെറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ആണ്. അതിന്റെ അകത്തെ എലമെന്റുകൾ എന്താണ്, അതിന്റെ അകത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് ഫംഗ്ഷനുകളാണ്. എലമെന്റുകൾ എന്ന് പറയുന്നത് ഈ സെറ്റ് എഫിന്റെ അകത്തെ എലമെന്റുകൾ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ആണ്. അപ്പൊ നമുക്ക് അതിനകത്ത് നമ്പറുകളല്ല ഫംഗ്ഷൻസ് ആണ് വരുന്നത്. പിന്നെ ഓപ്പറേഷൻ പറഞ്ഞേക്കുന്നത് ഫംഗ്ഷന്റെ അഡീഷൻ ആണ്. അപ്പൊ രണ്ട് ഫംഗ്ഷനുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ എഫും ജിയും രണ്ട് ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കാം. എഫ് ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആറും ജി ഇസ് എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആറും ആണെങ്കിൽ എഫ് പ്ലസ് ജി എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഫ്രം ആർ ടു ആറേ വരുള്ളൂ. എന്നിട്ട് എഫ് പ്ലസ് ജി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എഫിന്റെ വാല്യൂ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, സാധാരണ എഫ് നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്, എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻ ചെയ്യുന്നുണ്ട് ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഒരു വാല്യൂ. ഇപ്പൊ എഫ് ഓഫ് വൺ ആണെങ്കിൽ നമ്മൾ അതിനെ എഫ് ഓഫ് വൺ എന്നാണ് കൊടുക്കുന്നത്. വണ്ണിന് എടുക്കുന്ന വാല്യൂ ഇപ്പൊ നമ്മൾ സാധാരണ എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫംഗ്ഷൻ എടുക്കുന്ന വാല്യൂ, അതായത് ഇവിടുന്ന് നമ്മൾ എക്സ് എടുത്താൽ ഇവിടെ നമ്മൾ എക്സ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ്ങിൽ കിട്ടുന്ന വാല്യൂ എഫ് ഓഫ് എക്സ് ആണ്. അപ്പൊ നമ്മൾ സാധാരണ ഓരോ അസൈൻ ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നാണ് കൊടുക്കുന്നത്. അപ്പം എഫ് പ്ലസ് ജി, അപ്പൊ എഫ് പ്ലസ് ജി ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാ, ഫംഗ്ഷൻ അഡീഷൻ ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അപ്പൊ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഫംഗ്ഷൻ ഇവിടെ ഇതാണ് നമ്മുടെ ഓപ്പറേഷൻ വരുന്നത്. രണ്ട് ഫംഗ്ഷനെ അഡീഷൻ ചെയ്യുമ്പോൾ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോമിലാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ. അപ്പൊ സെറ്റ് എന്താണ്, ബൈനറി ഓപ്പറേഷൻ എന്താണെന്നുള്ള ഒരു ബേസിക് ഐഡിയ എല്ലാവർക്കും മനസ്സിലായി. ഇവിടുത്തെ സെറ്റ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഫംഗ്ഷനുകളാണ്. ഇവിടുത്തെ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്ന ഫംഗ്ഷനുകൾ തമ്മിലാണ് ആഡ് ചെയ്യുന്നത്. ഇപ്പൊ രണ്ട് ഫംഗ്ഷൻ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പോയിന്റ്, ഇപ്പം ഇവിടെ 1 ആണെങ്കിൽ നമുക്ക് 1 എന്നുള്ള പോയിന്റിലാണ് വേണ്ടതെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് 1 എന്ന് പറയുന്നത് എഫ് ഓഫ് 1 പ്ലസ് ജി ഓഫ് 1 ആയിരിക്കും. എഫ് പ്ലസ് ജി ഓഫ് 1/3 എന്ന് പറയുന്നത് എഫ് ഓഫ് 1/3 പ്ലസ് ജി ഓഫ് 1/3. ഇവിടെ എക്സ് എന്ത് തന്നെ ആയാലും എഫ് പ്ലസ് ജി ആ ഫംഗ്ഷനിൽ ആ പോയിന്റിൽ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാ വരുന്നത്, എഫ് ഓഫ് ദാറ്റ് വാല്യൂ പ്ലസ് ജി ഓഫ് എക്സ്. അങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷൻ, ഇതാണ് നമ്മുടെ ബൈനറി ഓപ്പറേഷൻ. അപ്പൊ നമ്മൾ ബൈനറി ഓപ്പറേഷൻ എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ഫോമിലാണ് വന്നേക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ഐഡന്റിറ്റി എലമെന്റ് ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട് എന്നാണ് കാണിക്കേണ്ടത്. അപ്പൊ ആണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ചുമ്മാ പറഞ്ഞാലും മതി, കാരണം F1 F2 F3 എന്നും പറഞ്ഞ് 3 ഫംഗ്ഷൻസ് നമ്മൾ ഡിഫൈൻ ചെയ്യാം. ആ F1 F2 F3 B ഇത് എലമെന്റ് എന്നുള്ള സിമ്പിൾ ആണ്. ബി 3 എലമെന്റ്സ് ഇൻ ദ ക്യാപിറ്റൽ എഫ്. ക്യാപിറ്റൽ എഫ് എന്ന് പറയുന്ന സെറ്റ് ഓഫ് ഓൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷന്റെ അകത്തെ 3 എലമെന്റുകളാണ് F1ഉം F2ഉം F3 നമ്മൾ എടുക്കും. അപ്പൊ F1 F2 F3 റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് F1 F2 F3 റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആയതുകൊണ്ട് നമുക്ക് F1 പ്ലസ് F2 പ്ലസ് F3 അത് ആദ്യം F1 പ്ലസ് F2 എടുക്കാം. F1 പ്ലസ് F1 പ്ലസ് F2 പ്ലസ് F3 ഓഫ് എക്സ് ചെയ്യുമ്പോൾ ബൈ ഡെഫിനേഷൻ നമ്മുടെ ഡെഫിനേഷൻ അനുസരിച്ച് എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അപ്പം F1 പ്ലസ് F2നെ നമ്മൾ ഒറ്റ ക്യാപിറ്റൽ ഈ F1 പ്ലസ് F2നെ നമ്മൾ എഫ് ആയിട്ടും F3യെ ജി ആയിട്ടും എടുക്കുവാണെങ്കിൽ ഇവിടെ എന്താ വരുന്നത്, നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ. F1 പ്ലസ് F2 പ്ലസ് F3 ഓഫ് എക്സ്. അപ്പൊ ഇതിനെ നമ്മൾ ഒറ്റ ഇതായിട്ട് ഇത് ആദ്യത്തെ ബ്രാക്കറ്റ് നമ്മൾ അതുപോലെ തന്നെ സ്മോൾ എഫ് ആയിട്ടും F3യെ സ്മോൾ ജി ആയിട്ടും കൺസിഡർ ചെയ്യുവാണെങ്കിൽ എഫ് പ്ലസ് ജി ഓഫ് എക്സ് ഫോമിലല്ലേ ഇത് വരുന്നത്. അതിന്റെ വാല്യൂ എന്താ, എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ്. അപ്പൊ ഇവിടെ എന്ത് വരും, F1
പ്ലസ് f2 ഓഫ് എക്സ് പ്ലസ് f3 ഓഫ് എക്സ് എന്ന് വരികയല്ലേ? കിട്ടിയോ എല്ലാവർക്കും? f1 പ്ലസ് f2 ബ്രാക്കറ്റ് ചെയ്തിട്ട് പ്ലസ് f3 ഓഫ് എക്സ് ചെയ്തേക്കുന്നത്. അപ്പൊ f1 പ്ലസ് f2 നെ നമ്മൾ ഒറ്റ ഫംഗ്ഷൻ ആയിട്ട് f3 സെക്കൻഡ് ഫംഗ്ഷൻ ആയിട്ട് എടുക്കുക ചെയ്യേണ്ടത്. അപ്പൊ രണ്ട് ഫംഗ്ഷന്റെ അഡീഷന്റെ കേസിൽ നമ്മൾ പറഞ്ഞു അഡീഷന്റെ ഫോർമുല f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സ്. ഇവിടെ എഫിന്റെ സ്ഥാനത്ത് വന്നേക്കുന്ന f1 പ്ലസ് f2. അതുകൊണ്ടാണ് നമ്മൾ ആദ്യത്തെ ടേം f1 പ്ലസ് f2 ഓഫ് എക്സ് എന്ന് എഴുതി. അടുത്തത് ജിയുടെ സ്ഥാനത്ത് f3. അപ്പൊ നമുക്ക് f1 പ്ലസ് f2 ഓഫ് എക്സ് പ്ലസ് f3 ഓഫ് എക്സ് എന്ന് കിട്ടി. ഇനി ഇതെന്താണ്? f1 പ്ലസ് f2 ഓഫ് എക്സ് നമുക്ക് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുവാണെങ്കിൽ f1x പ്ലസ് f2 എക്സ് എന്ന് എഴുതാലോ. f1 പ്ലസ് f2 ഓഫ് എക്സിന് നമ്മൾ അഡിറ്റീവ് പ്രോപ്പർട്ടി അഡീഷന്റെ ഫംഗ്ഷന്റെ അഡീഷൻ യൂസ് ചെയ്യുവാണെങ്കിൽ f1 പ്ലസ് f2 ഓഫ് എക്സ് എന്ന് പറയുന്നത് f1x പ്ലസ് f2x വരും പ്ലസ് f3x. അപ്പൊ നമുക്ക് f1x പ്ലസ് f2x പ്ലസ് f3x എന്ന് കിട്ടി. ഇനി നമ്മൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്താൽ ഇത് തിരിച്ചു നമുക്ക് എടുക്കാമല്ലോ. f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സ് നമുക്ക് f പ്ലസ് g ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ ഇവിടെ f2x പ്ലസ് f3x ഒരുമിച്ച് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ f1x പ്ലസ് ബ്രാക്കറ്റ് ചെയ്യുവാണ് f2x പ്ലസ്, ഞാൻ ഒന്ന് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യാൻ വേണ്ടി ഈ രണ്ടും കൂടെ ബ്രാക്കറ്റ് ചെയ്തു. ഈ f2x പ്ലസ് f3x നമുക്ക് f2 പ്ലസ് f3 ഓഫ് എക്സ് എന്ന് എഴുതാലോ. സോ ദിസ് ഈസ് ഈക്വൽ ടു f1x പ്ലസ് f2 പ്ലസ് f3 ഓഫ് എക്സ് എന്ന് വരും. ക്ലിയർ ആയോ? അത് f2x പ്ലസ് f3x f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സിനെ നമുക്ക് f പ്ലസ് g ഓഫ് എക്സ് എന്ന് എഴുതുന്ന പോലെ f2x പ്ലസ് f3x നെ f2 പ്ലസ് f3 ഓഫ് എക്സ് എന്ന് എഴുതാം. അപ്പൊ f1x പ്ലസ് f2 പ്ലസ് f3 ഓഫ് എക്സ് ഇത് നമ്മൾ f ആയിട്ടും ഇത് g ആയിട്ടും എടുക്കുവാണെങ്കിൽ f പ്ലസ് g ഫോമിലല്ലേ വന്നേക്കുന്നത്? നോക്കിയേ, സ്മോൾ f1 നമ്മൾ സ്മോൾ f ആയിട്ടും f2 പ്ലസ് f3 g ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇത് f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സ് ഫോമാ. തിരിച്ച് നമ്മൾ f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സിനെ f പ്ലസ് g ഓഫ് എക്സ് ഫോമിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇതെന്ത് കിട്ടും? f1 പ്ലസ് f2 പ്ലസ് f3 ഒരുമിച്ച് ഓഫ് എക്സ് എന്ന് എഴുതാലോ. f1 പ്ലസ് ഇവിടെ f1x പ്ലസ് f2 പ്ലസ് f2 പ്ലസ് f3 g ആയിട്ടും ഇതിനെ സ്മോൾ f ആയിട്ടും കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇത് f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സ് ഫോമില. f ഓഫ് എക്സ് പ്ലസ് g ഓഫ് എക്സിനെ നമുക്ക് f പ്ലസ് g ഓഫ് എക്സ് ഫോമിൽ റെപ്രസെന്റ്. അപ്പൊ f1 പ്ലസ് ഇത് f2 പ്ലസ് f3 അപ്പൊ നമുക്ക് എന്താ കിട്ടിയത്? f1 പ്ലസ് f2 പ്ലസ് f3 ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് കിട്ടി? f1 പ്ലസ് f2 പ്ലസ് f3 ഓഫ് എക്സ് എന്ന് കിട്ടി. എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാം? f1 പ്ലസ് f2 പ്ലസ് f3 ഇസ് ഈക്വൽ ടു f1 പ്ലസ് f2 പ്ലസ് f3 എന്ന് കിട്ടി. അപ്പം നമ്മുടെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. സോ വി ക്യാൻ സേ ദാറ്റ് ദ ഫംഗ്ഷൻ അഡീഷൻ സാറ്റിസ്ഫൈസ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നത് കിട്ടി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോണേ. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എല്ലാവർക്കും കിട്ടിയോ? ഇനി നമുക്ക് കാണിക്കേണ്ടത് ഇതിന്റെ ഇൻവേഴ്സും ഐഡന്റിറ്റി എലമെന്റും ഉണ്ടെന്ന് കാണിക്കണം. അപ്പൊ ഇൻവേഴ്സ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി അപ്പൊ നമുക്ക് ആദ്യം ഐഡന്റിറ്റി എലമെന്റ് കാണിക്കാം. ഐഡന്റിറ്റി എലമെന്റിന്റെ കേസാണ് വരുന്നതെങ്കിൽ നമുക്കറിയാം f ഓഫ് എക്സ് പ്ലസ് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് f ഓഫ് എക്സ് തന്നെ കിട്ടുന്നത്. അങ്ങനെ വേണ്ടി ചിന്തിക്കാൻ ഐഡന്റിറ്റി എലമെന്റ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം. അത് നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി ആദ്യം നമ്മൾ ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താണ്? ഒരു എലമെന്റിന്റെ ഐഡന്റിറ്റി എലമെന്റിനെ നമ്മൾ ഇ എന്ന് വിളിക്കുവാണെങ്കിൽ നമുക്ക് ആക്ച്വലി ചെയ്യേണ്ട പ്രോപ്പർട്ടി എന്താ? a പ്ലസ് സി ഈക്വൽ ടു എ കിട്ടണം. എങ്കിലേ ഇയെ നമ്മൾ ഐഡന്റിറ്റി എലമെന്റ് എന്ന് പറയുള്ളൂ. ഇവിടെ നമ്മൾ എഫ് ആണ് നമ്മുടെ ഇതിന്റെ അകത്ത് ഒരു എലമെന്റ്. നമ്മളൊരു ആർബിട്രറി എലമെന്റ് നമ്മൾ എഫ് എടുത്താൽ എഫ് ഓഫ് എക്സ് പ്ലസ് എന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് പ്ലസ് 0 ചെയ്യുമ്പോഴല്ലേ നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുള്ളൂ. എഫ് ഓഫ് എക്സ് പ്ലസ് 0 ചെയ്യുമ്പോഴാണ് നമുക്ക് എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് 0 ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ് നമുക്കറിയാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഐ ഓഫ് എക്സും പറഞ്ഞു ഐഡന്റിറ്റി ആണ് കാണിക്കാൻ വേണ്ടി ഐ എന്ന് കൊടുത്തേ ഉള്ളൂ. വി ക്യാൻ ഡിഫൈൻ എ ഫംഗ്ഷൻ ഐ ഫ്രം ആർ ടു ആർ. ഐ എന്നും പറഞ്ഞ് നമുക്കൊരു ഫംഗ്ഷൻ ആറിൽ നിന്ന് ആറിലോട്ട് ഡിഫൈൻ ആറിൽ നിന്ന് ആറിലോട്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. I of x equal to 0 for all x element of R.
ആറിന്റെ അകത്ത് ഏത് എക്സ് എടുത്താലും അത് സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്നു. ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യല്ലോ. നമ്മൾ ഐ എന്ന് പറഞ്ഞ് നമുക്ക് ഒരു ഫംഗ്ഷൻ നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്യുവാണ്. ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ, ഇത് ഫോർ ഓൾ എന്നുള്ള നൊട്ടേഷൻ ആണ് ഇങ്ങനെ എടുക്കുന്നത്, ഫോർ ഓൾ. അപ്പം ഐ ബി എ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ, ഐ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എല്ലാ റിയൽ നമ്പേഴ്സും എടുക്കുമ്പോഴും ഏത് റിയൽ നമ്പർ എടുത്താലും അതിനെ സീറോയോട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് നമ്മൾ ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് ഡിഫൈൻ ചെയ്തത്. അപ്പൊ ഐ എന്ന് പറയുന്നത് ഈ ക്യാപിറ്റൽ എഫിലെ ഒരു എലമെന്റ് അല്ലേ. ഐ ഈസ് ക്ലിയർലി ആൻ എലമെന്റ് ഓഫ് എഫ് എന്ന് പറയാൻ മേലെ, കാരണം ഐ എന്ന് പറയുന്നത് എന്ത് എലമെന്റ് ആണ്? ഐ ഈസ് എ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ, ആറിൽ നിന്ന് ആറിലോട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐ എന്ന് പറയുന്ന ക്യാപിറ്റൽ എഫിൽ ഉണ്ടെന്ന് പറയാം. അപ്പൊ നമ്മൾ ഈച്ച് എഫ് ഓഫ് എക്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് തന്നെ വരികയില്ലേ, കാരണം ഐ ഓഫ് എക്സ് നമ്മൾ 0 എന്നാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? എഫ് പ്ലസ് ഐ ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് പ്ലസ് 0 ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ഈ എക്സ് ക്യാൻസൽ ചെയ്യുമ്പോൾ എഫ് പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എഫ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നും പറഞ്ഞ് നമ്മളൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുവാണെങ്കിൽ വി ഗെറ്റ് എഫ് പ്ലസ് ഐ ഇസ് ഈക്വൽ ടു എഫ്. അപ്പം ഐ ഓഫ് എക്സ് എന്ന് പറഞ്ഞത് 0 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ, ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ അങ്ങ് ഡിഫൈൻ ചെയ്യുക. അതൊരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഐ ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് ഐ ഓഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ ഓൾ എക്സ്. ഏത് റിയൽ നമ്പർ എടുത്താലും സീറോയിലോട്ട് മാപ്പ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആയിട്ട് നമ്മൾ ഐയെ ഡിഫൈൻ ചെയ്താൽ ആ ഐ ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയതുകൊണ്ട് അത് നമ്മുടെ ഒറിജിനൽ സെറ്റ് എഫിലുണ്ട്, ഐ സെറ്റിൽ എഫിലുണ്ട്. അപ്പം നമ്മൾ മുമ്പേ നമ്മൾ മൾട്ടിപ്ലിക്കേഷന്റെ കേസിലാണെങ്കിൽ 1 ആറിലുണ്ടെന്ന് പറയുന്നത് പോലെ 1 ഐ എന്ന് പറയുന്നത് ഈ സെറ്റ് എഫിലുണ്ട്. എന്നിട്ട് നമ്മൾ നോക്കണം എഫ് പ്ലസ് ഐ ചെയ്യുമ്പോൾ എഫ് തന്നെ കിട്ടുന്നുണ്ട്. അത് നമ്മൾ കാണിക്കുവാണ്. എഫ് പ്ലസ് ഐ എന്ന് പറയുന്ന എഫ് ഓഫ് എക്സ് തന്നെയാണ്. സോ വി ക്യാൻ സേ ദാറ്റ് എഫ് പ്ലസ് ഐ ഈക്വൽ ടു എഫ്. Therefore ഓരോ എലമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു യൂണിക് ഐഡന്റിറ്റി എലമെന്റ് ഐ, ക്യാപിറ്റൽ ഐ എന്ന് പറഞ്ഞ ഒരെണ്ണം ഈ സെറ്റ് എഫിലുണ്ട്. അതുകൊണ്ട് ഐഡന്റിറ്റി എലമെന്റും ഉണ്ട്. ഇനി എന്താ നമുക്ക് വേണ്ടത്? ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഐഡന്റിറ്റി എലമെന്റ് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്താ ഇൻവേഴ്സ് ഉണ്ടോ എന്നാണ് നോക്കേണ്ടത്. ഇൻവേഴ്സ് ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ഇൻവേഴ്സിന്റെ കേസിൽ എന്താ നമുക്ക് വേണ്ടത്? എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ എ പ്ലസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഇ എന്നല്ലേ നമുക്ക് കിട്ടുന്നത്. ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം, എയും അതിന്റെ ഇൻവേഴ്സും കൂടെ ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ ഐഡന്റിറ്റി എലമെന്റ് കിട്ടണം. അപ്പൊ നമ്മൾ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ്, എഫിന്റെ ഇൻവേഴ്സ് നമ്മൾ എഫ് ഡാഷ് എന്ന് വിളിക്കുവാണെങ്കിൽ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് ഐ ഓഫ് എക്സ് കിട്ടണം അല്ലെ. എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ ഐ ഓഫ് എക്സ് കിട്ടണം. അപ്പം എഫ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഐ ഓഫ് എക്സ് കിട്ടണം. എഫ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ്, ഐ ഓഫ് എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അപ്പൊ നമുക്ക് എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ചെയ്യുമ്പോൾ 0 കിട്ടണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സിനെ നമ്മൾ 0 മൈനസ് എഫ് ഓഫ് എക്സ് അല്ലെങ്കിൽ മൈനസ് എഫ് ഓഫ് എക്സ് എടുക്കേണ്ടത്. ഈ എഫ് ഓഫ് എക്സ് നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എഫ് ഡാഷ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എന്ന് കിട്ടും. അപ്പൊ നമ്മൾ for each f element of f from R to R we define f as f of x. f നെ നമ്മൾ f of x എന്ന് ഡിഫൈൻ ചെയ്താൽ f dash from R to R നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? മൈനസ് ഓഫ് എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ മതി. എഫ് ഡാഷ് ഓഫ് എക്സിനെ നമുക്ക് മൈനസ് എഫ് ഓഫ് എക്സ് എന്ന് ഡിഫൈൻ ചെയ്താൽ, എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് എഫും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയിരിക്കും. എഫ് ഒരു റിയൽ വാല്യൂ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് വിചാരിക്കും. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എഫ് ഓഫ് 1 ഈക്വൽ ടു 1, എഫ് ഓഫ് 2 ഈക്വൽ ടു 4, എഫ് ഓഫ് 3 ഈക്വൽ ടു 9. ഇങ്ങനെയാണ് അത് ഡിഫൈൻ ചെയ്തത്. അപ്പം എഫ് ഡാഷ് എങ്ങനെയായിരിക്കും? മൈനസ് ആയിട്ടാ എഫ് ഡാഷ്. അപ്പൊ നമ്മൾ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ എന്ത് വരും? -1, -4, -9 അങ്ങനെ വരും. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഓരോ പർട്ടിക്കുലർ പോയിന്റ് നമുക്ക് 0 തന്നെ കിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ചെയ്തത് ഇത്രേ ഉള്ളൂ. എ പ്ലസ് എ ഡാഷ് ഇസ് ഈക്വൽ ടു ഐഡന്റിറ്റി എന്നുള്ള രീതിയിൽ എടുത്തു. അപ്പം എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ആണ് നമ്മൾ ഐഡന്റിറ്റി ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി ഇൻവേഴ്സ് ആയിട്ട് എടുക്കുന്നതെങ്കിൽ നമുക്ക് ഐഡന്റിറ്റി എലമെന്റ് ഐ ഓഫ് എക്സ് കിട്ടണം.
അപ്പൊ എഫ് ഓഫ് എക്സ് പ്ലസ് എഫ് ഡാഷ് ഓഫ് എക്സ് ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എഫ് ഡാഷ് ഓഫ് എക്സ് എന്ന് പറയുന്നത് മൈനസ് എഫ് ഓഫ് എക്സ് ആയിരിക്കണം. അപ്പൊ നമ്മൾ എഫ് ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആണെങ്കിൽ മൈനസ് എഫും ഒരു റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ ആയി. എഫ് ഡാഷ് എന്ന് പറയുന്നത് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ നമ്മൾ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു മൈനസ് എഫ് എന്ന് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഓരോ എഫിന് കറസ്പോണ്ടിങ് ആയിട്ട് മൈനസ് എഫ് നമുക്ക് ഉണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇൻവേഴ്സ് ഉണ്ടെന്ന് നമുക്ക് കിട്ടും. പിന്നെ ഉള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എഫ് പ്ലസ് ജി ഓഫ് എക്സ് എന്ന് പറയുന്നത് എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. അതിനെ നമുക്ക് ജി ഓഫ് എക്സ് പ്ലസ് എഫ് ഓഫ് എക്സ് എന്നതിന് പ്രശ്നമൊന്നുമില്ല, വിച്ച് ഈസ് ഈക്വൽ ടു ജി പ്ലസ് എഫ് ഓഫ് എക്സ്. therefore എഫ് പ്ലസ് ജി ഈക്വൽ ടു ജി പ്ലസ് എഫ്. അതുകൊണ്ട് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, അതുകൊണ്ട് ഇതൊരു അബീലിയൻ ഗ്രൂപ്പ് ആണ് പറയാൻ പറ്റും.